എല്ലാരും വിചാരിക്കും ഈ പൊട്ടണ എന്താ ഈ കല്ലും പിടിച്ച് ഇങ്ങനെ നിക്കണേന്ന്. ഞാൻ എന്റെ മനസ്സിലുള്ള ചെറിയൊരു അറിവ് ഞാനൊന്ന് നിങ്ങളിലോട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിലിപ്പം 4 കല്ലുണ്ട്. ഇതാണ് ഏറ്റവും വെയിറ്റ് ഉള്ള കല്ല് കേട്ടോ. ഈ കല്ലിൽ ഏറ്റവും പവറുള്ള കല്ല്, വെയിറ്റ് കനം കൂടുതലുള്ള കല്ല്. അതിൻ്റെ തൊട്ട് കുറഞ്ഞ കല്ലാണ് ഇത്. അതിൽ തൊട്ട് കുറഞ്ഞാണ് ഇത്. ഓക്കെ, അതിലും കുറഞ്ഞ ഇതാണ്. ഇത് ഞാൻ ഗിയറിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്, ആ ഗിയർ എപ്പോഴാ എന്തിനാന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇടുവാണ്. പലർക്കും ചിലപ്പോൾ ഇയാള് എന്താന്ന് വിചാരിക്കും, അതെനിക്ക് അറിയില്ല. ഞാനൊന്ന് ജസ്റ്റ് മനസ്സിലാവുന്നുണ്ടോന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്താണ് അറിയിക്കണം. അപ്പോൾ ഏറ്റവും വെയിറ്റ് ഉള്ള കല്ല് ഇതാണ്. അപ്പോൾ ഏറ്റവും കനം കുറഞ്ഞ കല്ലാണിത്. ഇപ്പം നമ്മുടെ ഈ കല്ല് ഈ കൂട്ടത്തില് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുവാണെങ്കിൽ ഏറ്റവും സ്പീഡിൽ പോലും ദൂരം കൂടുതൽ പോണത് ഏത് കല്ലായിരിക്കും? ചെറിയ കല്ലായിരിക്കും. കാരണം എന്താ? ഇതിന് വെയിറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ ഈ അൾട്ടോയ്ക്ക് ആയതുകൊണ്ട് 5th ഗിയർ ഉണ്ട്. ഞാനൊരു 4 ഗിയർ വരെ ഉള്ളതാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ഗിയർ. ഓക്കെ, ഈ ഗിയറിന് ഇതിന് ഭയങ്കര സ്പീഡ് കൂടുതലായിരിക്കും. നല്ലോണം നമുക്ക് കല്ലെടുത്തെറിഞ്ഞാൽ ഏറ്റവും ദൂരം കൂടുതൽ പോണതാണ് ഈ ഗിയർ. ഇതിനെന്തില്ല? വെയിറ്റ് കുറവായതുകൊണ്ട്. അതിന്റെ അത്ര പവറിൽ ഇതെന്ത് ചെയ്യൂല, പോകൂല. ഓക്കെ, ഇതാണ് നമ്മുടെ 3rd ഗിയർ. ഇത് നമ്മുടെ 2nd ഗിയർ. ഈ 2 കല്ലിന്റെ അത്രയും ദൂരം എന്താവൂല, ഈ കല്ല് പോവൂല. ഇതാണ് നമ്മുടെ 1st ഗിയർ. ഇതാണ് ഏറ്റവും പവറുള്ള ഗിയർ. അപ്പം ഓരോ ഗിയറിന്റെ വലിപ്പ വ്യത്യാസം നമുക്ക് മനസ്സിലായി. നമ്മുടെ വണ്ടി എപ്പോ സ്റ്റോപ്പായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ വണ്ടി മുന്നോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ പവറാണ് വേണ്ടത്. പവർ, നിന്ന വണ്ടിനെ എടുക്കാനുള്ള പവർ നമ്മുടെ ഈ 1st ഗിയറിനുള്ളൂ. ആ 1st ഗിയർ കൊണ്ട് നമുക്ക് 0 സ്പീഡ് തൊട്ടിട്ട് 10 സ്പീഡ് വരെ പോവാം. ഓക്കെ, അപ്പൊ 1st ഗിയർ അതാണ്. ഇത് നമ്മുടെ 2nd ഗിയർ ആണ്. ഈ 2nd ഗിയറിലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നിന്ന വണ്ടി എടുക്കാനുള്ള കഴിവ് ഈ 2nd ഗിയറിനില്ല. ഓക്കെ, ഈ 2nd ഗിയറിന് നമുക്കൊരു 10ന്റെ മേലെ സ്പീഡ് ഉണ്ടെങ്കിലേ ഈ വണ്ടീനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 25 സ്പീഡ് വരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2nd ഗിയറിൽ പോവാം. ഓക്കെ, ഇത് 3rd ഗിയർ. ഈ 3rd ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 25 ലെവലിന്റെ മേലോട്ട് സ്പീഡ് ഉണ്ടെങ്കിലേ 3rd ഗിയറിന് നമ്മുടെ വണ്ടീനെ വലിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ളൂ. അപ്പൊ 25ന്റെ താഴോട്ട് വരേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഗിയറും കൊണ്ട് നമുക്ക് എന്തില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, 25ന് മേലോട്ട് സ്പീഡ് വേണം. നമുക്ക് ഈ ഗിയറും കൊണ്ട് നമുക്കൊരു 30-35 സ്പീഡ് വരെ മാക്സിമം വേണമെങ്കിൽ പോകാം. 30 സ്പീഡ് ആയാലും മതി. ഓക്കെ, അപ്പൊ ഈ ഗിയറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 30ന്റെ മേലെ ഒരു 35 റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ഗിയറിൽ പോവാം? 4th ഗിയറിലും പോവാം. ഈ 4th ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു 800 ലെവലിലാണ് പറയണേ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 50-55 റേഞ്ചിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, പോകാൻ പറ്റും. അപ്പൊ ഓരോ ഗിയറിനും നമുക്ക് ഓരോ വാല്യൂ ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഗിയർ എന്തിനാണ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പൊ കുറെ പേർക്ക് അറിയില്ല. അപ്പൊ എനിക്ക് തോന്നിയത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്താണ്, നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.